ഹലോ മജമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. നിങ്ങൾ രക്തഭിക്ഷു എന്നൊരു അസുരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓരോ തവണ അവനെ വെട്ടിക്കൊല്ലുമ്പോഴും അവന്റെ രക്തം ഈ ഭൂമിയിൽ വരുമ്പോൾ ഓരോ തവണയായിട്ട് അവൻ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു ഐതിഹ്യമാണ്. എന്നാൽ ഈ ഒരു ഐതിഹ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. എന്നാൽ ഈ ഗ്രാമവാസികൾ ഇതിനെ ഒരു ഐതിഹ്യമായിട്ടല്ല കാണുന്നത്. യഥാർത്ഥത്തിൽ രക്തഭിക്ഷു ഉണ്ട്. സർവനാശം വിതയ്ക്കുന്ന ആ രക്തഭിക്ഷു അവൻ ഈ ഗ്രാമത്തിലുണ്ട് എന്ന് ആ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നശിച്ച ഈ ഒരു ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരു യുവാവ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവന്റെ കുടുംബം തന്നെ ഇല്ലാതാവുന്ന വലിയൊരു ആപത്ത് അവിടെ അവനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെന്തായിരിക്കും? നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തില് ഒരു ജമീന്ദാറിന്റെ വീടാണ് കാണിക്കുന്നത്. ആ വീടിന്റെ മുറ്റത്ത് ഇന്ന് എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട്. മുഖംമൂടിയെല്ലാം ധരിച്ച ഒരു സ്ത്രീയാണ് അതിന് മേൽനോട്ടം നിൽക്കുന്നത്. ഇപ്പൊ വീടിനുള്ളിലെ ജമീന്ദാർ ഭയങ്കര ടെൻഷനിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാൻ നിൽക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഒരു വേലക്കാരൻ വന്ന് പറയാണ് അങ്ങനെ ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന്. അത് കേട്ടപ്പോഴാണ് ജമീന്ദാറിന് സമാധാനമാകുന്നത്. എന്നാൽ അപ്പൊ തന്നെ വേലക്കാരൻ മറ്റൊരു കാര്യം കൂടെ പറയാണ്, അങ്ങനെ ഇരട്ടക്കുട്ടികളാണോ എന്ന് സംശയമുണ്ട്. ഇത് കേട്ടപ്പോൾ ജമീന്ദാറിന്റെ മുഖാകെ മാറുകയാണ്. മാത്രമല്ല ഈ ഒരു വിവരം വേലക്കാരൻ പോയിട്ട് ആ ഒരു പൂജാരി പെണ്ണുണ്ടല്ലോ അവരോടും പറയാണ്, ആദ്യം ജനിച്ചത് ഒരു ആൺകുഞ്ഞാണ്, പക്ഷേ കുട്ടികൾ ട്വിൻസ് ആണ്, ഇരട്ടകളാണ്, രണ്ടാമത്തത് ഏതാന്ന് അറിയില്ല. ഇതേ സമയത്ത് തന്നെ ഈ ഒരു നാടിന്റെ ഏതോ ഒരു ഭാഗത്തായിട്ട് ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തിലായിട്ട് രണ്ട് ചുവന്ന കണ്ണുകൾ തുറന്നു വരികയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പൂജ നടക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്തൊരു 3 പയ്യന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ഗ്രാമതലവന്റെ മോനാണ്. അപ്പൊ അവന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, അല്ല ഈ ഒരു പൂജ നിന്റെ അച്ഛന്റെയോ അല്ലെങ്കിൽ നിന്റെയോ മേൽനോട്ടത്തിൽ നടത്തിയാൽ പോരെ, ഇതെന്തിനാണ് ഒരു പെണ്ണിനെ ഏൽപ്പിച്ചത്, അതും ഒരു കീഴ്ജാതി പെണ്ണ്, അതിന്റെ ആവശ്യമുണ്ടോ? ഇതേ നേരം തന്നെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പെണ്ണ് പെട്ടെന്ന് ആ ഒരു പൂജ അത് സ്റ്റോപ്പ് ആക്കുകയാണ്. സംതിങ് എന്തോ ഒന്ന് സംഭവിച്ചു. പിന്നീട് ഒരു നിശബ്ദതയായിരുന്നു. ആ സമയത്ത് മുകളിൽ നിന്നും ഒരു വാർത്ത വരുന്നുണ്ട്, രണ്ടാമത് ജനിച്ച കുഞ്ഞ് അതൊരു പെൺകുഞ്ഞാണെന്ന്. ഇത് കേട്ടപാട് എല്ലാവരും ഞെട്ടുകയാണ്. എന്തിനാന്നറിയില്ല. മാത്രമല്ല നേരത്തെ ഒരു മരത്തിൽ 2 ചുവന്ന കണ്ണുകൾ ഉണ്ടായിരുന്നില്ലേ, അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു പൈശാചിക ശക്തി ആ കാട്ടിലൂടെ പിന്നീട് ഗ്രാമത്തെ ലക്ഷ്യമാക്കി വരാൻ തുടങ്ങി. ഇതേ നേരം തന്നെ ജനിച്ച ആൺകുഞ്ഞിന് പൊട്ടെല്ലാം തൊട്ട് അതിനെ നല്ല രീതിയിൽ തന്നെ ജമീന്ദാർ നോക്കുകയാണ്. എന്നാൽ ആ ഒരു പെൺകുഞ്ഞിനെ പൂജാരിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു കുഞ്ഞിന്റെ അമ്മ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല, എനിക്ക് താന്നൊക്കെ എന്ന്. അതൊന്നും കേൾക്കാതെ ആ നാട്ടുകാരും ഈ പൂജാരിയും കൂടിയിട്ട് ഈ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാട്ടിനുള്ളിലെ ഒരു പഴയ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഒരു ബലിപീഠം ഉണ്ടായിരുന്നു. ആ ബലിപീഠത്തിൽ ആ ഒരു കുട്ടിയെ കിടത്തി ഒരു വലിയ അരിവാളെടുത്ത് ഈ സ്ത്രീ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ ദാഹം ഇതുകൊണ്ട് തീരുകയാണെങ്കിൽ തീരട്ടെ, ദയവ് ചെയ്തിട്ട് നിന്റെ ദേഷ്യവും കോപവും ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് തീർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ അരിവാള് വെച്ച് ഈ കുഞ്ഞിനെ വെട്ടുകയാണ്. പിന്നീട് 2 കഷ്ണമായി അതിന്റെ ഉള്ളിൽ നിന്നും രക്തം ആ ഒരു ബലിപീഠത്തിലൂടെ താഴെ ആ മണ്ണിലേക്ക് ഇറങ്ങി പോവുകയാണ്. ആ നേരത്ത് ഒരുപാടധികം അസ്ഥികോടങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഗ്രാമത്തിലേക്ക് വന്നിരുന്ന ആ ഒരു പൈശാചിക ശക്തി ഇവിടുന്ന് തിരിച്ചു പോവാണ്. എന്തൊരു ക്രൂരമായ ആചാരാണല്ലേ. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു ഏകദേശം 40 വർഷമായിട്ടുണ്ട്. അതായത് അന്ന് ജനിച്ച ആ ഒരു കുഞ്ഞിനിപ്പോ 40 വയസ്സായിട്ടുണ്ട്. അവന്റെ പേര് ഗുപ്തൻ എന്നാണ്. അതുപോലെ തന്നെ അവനൊരു കല്യാണം കഴിച്ചു. ഗുപ്തന്റെ ഭാര്യയുടെ പേര് അംബിക എന്നാണ്. അംബിക ഇപ്പോൾ ഒരു ചിത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ആ ചിത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 7 ദൈവങ്ങൾ അവരുടെ ഒത്ത നടുവിലായിട്ട് നിൽക്കുന്ന ആ ഒരു പെൺദൈവമാണ് മഹാകാളി. പണ്ട് ഒരു അസുരൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് രക്തഭിക്ഷു എന്നാണ്. അവനൊരു വരം ലഭിച്ചു. ആ വരത്തിലൂടെ അവൻ ആര് വെട്ടിയാലും അവന്റെ ദേഹത്ത് നിന്ന് ഒരു തുള്ളി രക്തം നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ രക്തത്തിൽ നിന്ന് മറ്റൊരു രക്തഭിക്ഷു ഉണ്ടാവും. അങ്ങനെ അവനെ കൊല്ലും തോറും അവന്റെ എണ്ണം കൂടി 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 വലിയൊരു സൈന്യം തന്നെയായി ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്തൊരു അസുരനായി മാറി. ആ നേരത്ത് ആ അസുരനെ ഇല്ലാതാക്കാനായിട്ട് പാർവതി ദേവി മഹാകാളിയുടെ രൂപത്തിൽ ഈ അസുരന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ വെട്ടി. എന്നാൽ അവന്റെ രക്തം അത് ഭൂമിയിൽ പതിക്കുമ്പോഴാണ് അതിൽ നിന്നും മറ്റൊരു രക്തഭിക്ഷു ഉണ്ടാകുന്നത്. അപ്പൊ ഒരിക്കലും അത് സംഭവിക്കാതിരിക്കാനായിട്ട് അവന്റെ രക്തം ഭൂമിയിൽ വീഴാതെ തന്നെ ആ രക്തം മുഴുവനായിട്ട് മഹാകാളി ഊറ്റി കുടിച്ചു. അങ്ങനെ എത്ര രക്തഭിക്ഷുകളുണ്ടോ അവറ്റകളുടെ എല്ലാത്തിന്റെയും രക്തം മഹാകാളി കുടിച്ചു കുടിച്ച് അവസാനം അവനെ ഇല്ലാതാക്കി. അങ്ങനെയാണ് ശരിക്കും മഹാകാളിക്ക് അങ്ങനെ ഒരു ഉഗ്ര രൂപം വന്നത്. ഇതേ നേരം തന്നെ അംബികയുടെ മകളായിട്ടുള്ള ശ്വേത അവിടെ ഉണ്ട്. അവിടുത്തെ ചുമരിൽ എന്തോ ഒരു നല്ല ചിത്രം കണ്ടപ്പോൾ അവൾ അതിന്റെ ആ ഒരു ഫോട്ടോ എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞു ഇപ്പോൾ അച്ഛനും മകളും അംബികയും കൂടി ഒരു കഫേയിൽ പോയിട്ട് ചായ കുടിക്കുന്നുണ്ട്. ആ നേരത്ത് മോളുടെ അതായത് ശ്വേതയുടെ വെക്കേഷൻ വരാൻ പോവാണ്. അപ്പൊ ശ്വേത പറയുന്നുണ്ട്, അച്ഛന്റെ നാട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ. അത് കേട്ട പാടിനെ ഗുപ്തൻ പറയണ, ഇല്ല ഞാൻ സമ്മതിക്കില്ല, അങ്ങോട്ടേക്ക് എന്തായാലും പോണ്ടാന്ന് പറയാണ്. എന്നാൽ അച്ഛന്റെ നാട് കാണാൻ ശ്വേതയ്ക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് കൊണ്ടാത്തതിൽ നല്ല വിഷമം ഉണ്ട് കേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി അംബികയും ഗുപ്തനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവളോട് എത്ര കാലം എന്ന് വെച്ചിട്ട് ഈ ഒരു കാര്യം മറച്ചു വെക്കുക, അത് പറയണോ വേണ്ടയോ? അപ്പൊ അംബിക പറയുന്നുണ്ട്, അതിപ്പോ പറയണ്ട, അവൾക്കൊരു 12 വയസ്സിലായിട്ടുള്ളൂ, സമയാവട്ടെ എന്നിട്ട് നമുക്ക് പറയാം. എന്നാൽ ഇതേ നേരം തന്നെ ഗുപ്തന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അതായത് അവന്റെ അച്ഛൻ ജമീന്ദാർ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ചടങ്ങിന് എന്തായാലും പോവല്ലാതെ വേറെ നിവർത്തിയില്ല. ആ രാത്രിയിൽ തന്നെ ഗുപ്തൻ പോവാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ കാര്യം മകളോട് പറയുന്നില്ല. ശബ്ദം ഉണ്ടാക്കാതെയാണ് ആ രാത്രി തന്നെ പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മോൾ എന്തായാലും ചോദിക്കുമല്ലോ അച്ഛൻ എവിടെ പോയിന്ന്. അംബിക നുണൊന്നും പറയാൻ നിന്നില്ല. അതായത് അവളുടെ മുത്തശ്ശൻ മരിച്ചുപോയി, അങ്ങോട്ടേക്ക് പോയതാണ്, കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടേ. ഈ സമയത്ത് ശ്വേത ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ മരിച്ചാൽ ഞാനും പോണ്ട അമ്മേ, പോവാതിരിക്കുന്നത് മോശമല്ലേ? എന്തായാലും
എന്തായാലും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ഗുപ്തനെ കാണിക്കുകയാണ്. അച്ഛന്റെ മൃതദേഹം കത്തിച്ചു കളഞ്ഞു. അതേ സമയത്ത് തന്നെ അവന്റെ അടുത്തേക്ക് ആ ഗ്രാമത്തിന്റെ തലവനായിട്ടുള്ള ജയദേവ് വരുന്നുണ്ട്. അവനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഗുപ്തൻ ഒരു കാര്യം ഈ ഒരു ഗ്രാമത്തലവനോട് പറയാണ്, നല്ലൊരു ടീമിനെ കിട്ടുകയാണെങ്കിൽ എന്റെ ഈ വീടും പറമ്പും സ്ഥലവും എല്ലാം വിറ്റ് കളഞ്ഞേക്ക്, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ഗ്രാമത്തലവനായിട്ടുള്ള ജയദേവ് പറയാണ്, നീ എന്താ ഈ പറയുന്നത്, ഇത് നിങ്ങളുടെ പാരമ്പര്യമല്ലേ, ഇതിനെയാണോ വിൽക്കാൻ പോകുന്നത്? ആ സമയത്ത് നമ്മുടെ ഗുപ്തൻ പറയാണ്, അത് പിന്നെ എന്റെ ഭാര്യക്കും മോനിക്കും ഒന്നും ഈ ഒരു കാര്യത്തിനോട് വലിയ താല്പര്യമില്ലാന്ന്. അപ്പൊ ജയദേവ് ചോദിക്കുകയാണ്, മോനോ, നിനക്കൊരു മോളല്ലേ, തനിക്ക് ജനിച്ചതൊരു മോളാണ് എന്നുള്ള കാര്യം ഈ ഗ്രാമത്തലവൻ അറിഞ്ഞു എന്നുള്ള കാര്യം കേട്ടപ്പോൾ നമ്മുടെ ഗുപ്തൻ ഒന്ന് ഞെട്ടുകയാണ്. അപ്പൊ ആ ഗ്രാമത്തലവൻ പറയണം, നീ പേടിക്കൊന്നും വേണ്ട, വേറെ ആർക്കും ഈ ഒരു കാര്യം അറിയൊന്നുമില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പെണ്ണുണ്ടല്ലോ ശ്വേത, അവൾ അന്നൊരു ഫോട്ടോ എടുത്തായിരുന്നല്ലോ ഒരു മരത്തിന്റെ, അതിപ്പോ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഡ്രോയിങ് ആയിട്ട് അവൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് തന്നെ അംബിക അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഗുപ്തന് അയച്ചു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഗുപ്തൻ അച്ഛന്റെ ആ ഒരു ചിതാഭസ്മവുമായിട്ട് നാട്ടിലേക്ക് വരാൻ നിൽക്കുക. അങ്ങനെ കാറിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു വേരില് അവന്റെ ചെരുപ്പ് തട്ടി അവനൊന്ന് വീഴാൻ പോവാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ചെരുപ്പെല്ലാം ഇട്ട് വീണ്ടും കാറിലേക്ക് പോവാണ്. എന്നാൽ ആ വേരിന്റെ ഒരു കഷ്ണം ചെരുപ്പിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അധികം നേരം ഒന്നും ഗുപ്തൻ അവിടെ നിന്നില്ല കേട്ടോ, വേഗം നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന സമയത്താണ് അംബിക അയച്ച ആ ഒരു ചിത്രം ഇപ്പൊ ഗുപ്തൻ കാണുന്നത്. അവനാകെ ഞെട്ടിപ്പോയി. ഇപ്പൊ അംബികയോട് ഗുപ്തൻ ചോദിക്കുകയാണ്, അവൾ എങ്ങനെയാണ് ആ ഒരു മുഖം കണ്ടത്, ഈ ചിത്രം എങ്ങനെയാണ് അവര് വരച്ചത്? അപ്പൊ അംബിക പറയാണ്, മുഖോ, ഏത് മുഖം, ഞാനൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ചിത്രം സൂം ചെയ്ത് നോക്കാൻ പറയാണ്. അപ്പൊ സൂം ചെയ്യുന്ന സമയത്ത് ആ മരത്തിന്റെ ആ ഒരു വലിയ തണ്ടുണ്ടല്ലോ, അതിന്റെ ഭാഗത്തായിട്ട് രണ്ട് കണ്ണുകൾ ഒരു മുഖം പോലെ കാണുന്നുണ്ട്. ഗുപ്തൻ ആകെ ടെൻഷൻ ആവുകയാണ്. അതുപോലെ തന്നെ അവന്റെ കാറിൽ ആ ഒരു മിറർ ഉണ്ടല്ലോ, അതിൽ ഈ രണ്ട് കണ്ണുകളിനെ കാണുന്നുണ്ട്. അതായത് ബേക്കിൽ ആ രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ നേരത്താണ് കാലിൽ ആ ഒരു ചെരുപ്പിൽ കുത്തി നിൽക്കുന്ന വേരിന്റെ കഷ്ണം കാണുന്നത്. ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അതെടുത്ത് കളയാൻ നോക്കുന്നുണ്ടെങ്കിലും ആ വേര് പോകുന്നില്ല. പെട്ടെന്ന് എവിടുന്നാന്നറിയില്ല കുറെ അധികം മരത്തിന്റെ വള്ളികൾ വന്ന് അവന്റെ ദേഹം മുഴുവൻ ചുറ്റാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിഗരറ്റ് താഴേക്ക് വീണ് ആ സിഗരറ്റിലെ തീ തട്ടി ഈ വേരുകൾക്ക് തീ പിടിച്ച് ആ വണ്ടി നിന്ന് കത്താൻ ആരംഭിക്കുകയാണ്. കൂട്ടത്തില് ഇപ്പൊ ഗുപ്തനും മരണപ്പെട്ടു പോവാണ്. വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മുടെ അംബിക അറിയുന്നത് കേട്ടോ. എന്തായാലും ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഗ്രാമത്തലവനായിട്ടുള്ള ജയദേവും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ അച്ഛന്റെ മരണശേഷം ശ്വേതയ്ക്ക് എന്തോ വല്ലാത്തൊരു മാറ്റം പോലെ, ആരോടും സംസാരിക്കുന്നൊന്നുമില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഒരു 3 മാസമായിട്ടുണ്ട്. ഒരു ഇച്ചിരി ഷോക്കിൽ നിന്നും രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് അവരുടെ ആ ഒരു നാട്ടിൽ നിന്നും ജയദേവ്, അതായത് ആ ഒരു ഗ്രാമത്തലവൻ നമ്മുടെ അംബികയെ വിളിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ മരിക്കുന്നതിന്റെ മുന്നേ, അതായത് അന്ന് ആ ഒരു നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഗുപ്തൻ പറഞ്ഞായിരുന്നല്ലോ ആ വീടും സ്ഥലമൊക്കെ വിൽക്കണം, അത് ഇവർക്ക് ആവശ്യമില്ലാന്ന്. അപ്പൊ അതിനൊരാൾ വന്നിട്ടുണ്ട്. ഡോക്യുമെന്റ്സിൽ ഇപ്പൊ സൈൻ ചെയ്യാൻ ഗുപ്തനില്ലല്ലോ, എന്തായാലും അംബിക പോയേ മതിയാവുള്ളൂ. അപ്പൊ എല്ലാ കാര്യം ജയദേവിനോട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സൈൻ ചെയ്യാൻ എന്തായാലും അംബിക വന്നേ മതിയാവുള്ളൂ. അങ്ങനെ അവസാനം അംബിക ആ നാട്ടിലേക്ക് പോവാന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ മകൾ എന്തായാലും കൂടെ കൊണ്ടുപോകില്ല, ശ്വേത ഇവിടെയുള്ള ആന്റിയുടെ വീട്ടിലാക്കാന്നാണ്. പക്ഷെ ശ്വേത അതിന് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. വാശി പിടിച്ച് അവസാനം അവൾ അമ്മയുടെ കൂടെ തന്നെ പോവുകയാണ്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് മോളെയും കൂട്ടിയിട്ട് നേരെ നാട്ടിലേക്ക് പോകാൻ കേട്ടോ. പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു വിഷമങ്ങളൊക്കെ മറന്നുകൊണ്ടൊരു നല്ലൊരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു വീടിന്റെ അരികിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. ഒരു പഴയ വീട്. പെട്ടെന്ന് ഇവരുടെ കാറിന്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി ചാടി വീഴുകയാണ്. സഡൻ ബ്രേക്ക് ഇടുകയാണ് അംബിക. രണ്ടുപേരും ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വീട്ടിലെ ജോലിക്കാരും അവരുടെ മകളും ആയിരുന്നു അത്. പിന്നീട് അംബിക അയാളെ പരിചയപ്പെടുകയാണ് കേട്ടോ. ഇയാളെ പിന്നീട് ആ ഒരു വീട് മുഴുവനും അംബികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇയാളുടെ ഭാര്യ ഒരു വല്ലാത്ത രീതിയിൽ നമ്മുടെ അംബികയെ നോക്കുകയാണ്. അതുപോലെ ആ ഒരു വേലക്കാരന്റെ മകളും നമ്മുടെ ശ്വേതയും തമ്മിൽ നല്ല കമ്പനി ആവുകയാണ് കേട്ടോ. ആ വീട് മുഴുവനായിട്ടും അവരങ്ങനെ നോക്കി നടന്ന് കാണുകയാണ്. ഇതേ നേരം തന്നെ അംബിക പൂട്ടിക്കിടക്കുന്ന ഒരു വലിയ റൂം കാണുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് ആ ഒരു വേലക്കാരനോട് ചോദിച്ച സമയത്ത് ഇയാൾ പറയാണ്, അത് പൂജാ റൂമാണ്. തൽക്കാലം ഈ ഒരു വേലക്കാരനെ നമുക്ക് ബാബു എന്ന് വിളിക്കാം. അപ്പൊ ബാബു പറയാണ് അതിനുള്ളിലാണ് നമ്മുടെ എന്താ പറയാ കുലദൈവം അവർ കുടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ സ്വപ്നം ആരെങ്കിലും കാണുകയാണെങ്കിൽ മാത്രമേ ആ ഒരു വാതിൽ തുറന്ന് ഉത്സവങ്ങൾ നടത്താറുള്ളൂ. അവസാനമായിട്ട് ഒരു 40 വർഷം മുന്നെയാണ് ആ റൂം തുറന്നതും അന്ന് മഹാകാളിയെ സ്വപ്നം കണ്ട സ്ത്രീ തന്നെയാണ് ഇവിടെ ഉത്സവം നടത്തിയതും. നിങ്ങളുടെ ഭർത്താവ് ജനിച്ചില്ലേ, അന്നായിരുന്നു ആ ഒരു ഉത്സവം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാബുവിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് അംബിക പറയാണ്. കാരണം ബാബുവിന്റെ അച്ഛനായിരുന്നു മുന്നേ ഇവിടുത്തെ കാര്യസ്ഥൻ ജോലിയൊക്കെ ചെയ്തിരുന്നത്. അതായത് സിനിമയുടെ ആരംഭത്തിൽ ആ ഒരു ജമീന്ദാർക്ക് മകൻ ജനിച്ചു എന്നൊക്കെ വന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരാളുണ്ടല്ലോ, അയാൾ തന്നെ. എന്നാൽ ആ ആളാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അംബിക അങ്ങോട്ടേക്ക് ചെന്നെങ്കിലും അയാൾ അങ്ങനെ ഒരു മിണ്ടാട്ടം ഇല്ലാതെ കിടക്കുകയാണ്. പിന്നീട് ഇവരെല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്വേതയുടെ അടുത്തേക്ക് ബാബുവിന്റെ സംസാരിക്കാത്ത ആ ഒരു അച്ഛൻ വരികയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ സംസാരിക്കുന്നത്. എന്നിട്ട് ഇയാൾ പറയാണ്, ഈ ഗ്രാമത്തിലേക്ക് ആപത്ത് വരാൻ പോവാണ്, നീ എന്തിനെങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ. ഇത് കണ്ട് ശ്വേത ആകെ പേടിക്കുന്നുണ്ട്. അച്ഛനിങ്ങനെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്തപ്പോൾ ബാബു വേഗം തന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപാട് തന്നെ ശ്വേതയും കൂട്ടിയിട്ട് അംബികയും മുകളിലേക്ക് പോവാണ്. പിന്നീട് റൂമിലെത്തിയ സമയത്ത് ശ്വേത അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെന്താ ആ അങ്കിൾ എന്നോട് അങ്ങനെ പെരുമാറിയത്? അപ്പൊ അംബിക പറയണം, മോള് പേടിക്കൊന്നും വേണ്ട, ആ അങ്കിളിന് പ്രായമായില്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം മോളെ, ഈ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് അധികം അറിയില്ല. അപ്പൊ അമ്മയോട് പറയാതെ മോൾ അധികം എങ്ങോട്ടും പോരുത് കേട്ടോ. വാ നമുക്ക് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ
നമ്മുടെ ശ്വേത വരച്ച ആ ഒരു മരത്തിന്റെ ചിത്രം ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഫോണിൽ ഓൺ ആയി വരികയാണ്. ഇതേ നേരം തന്നെ ആ റൂമിന്റെ ജനലിനരികിലൂടെ ചില വിചിത്രമായ രൂപങ്ങൾ, സ്ത്രീ രൂപങ്ങളാണ്, അവറ്റകൾ ഉള്ളിലേക്ക് വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ശ്വേതയെ തന്നെ അങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ ശ്വേതയും അതുപോലെ തന്നെ ബാബുവിന്റെ മകളായിട്ടുള്ള ദീപിക രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്. അപ്പോ ശ്വേത വരച്ച ആ ഒരു മരത്തിന്റെ ചിത്രം ഉണ്ടല്ലോ, അതിപ്പോ ദീപികക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടപാട് തന്നെ ഈ മരോ ഇതെങ്ങനെയാ നീ കണ്ടത്, ഇതിന്റെ ചിത്രം എങ്ങനെയാ നീ വരച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോ ഇപ്പൊ ശ്വേത ചോദിക്കണം, അല്ല നീ ഈ ഒരു മരം കണ്ടിട്ടുണ്ടോ, എന്താ ഈ മരത്തിന്റെ പ്രത്യേകത? ഈ സമയത്ത് ദീപിക പറയാണ്, അത് പിന്നെ എനിക്ക് പറയാൻ പേടിയാണ്, എന്നാലും പറയാം, ആ മരത്തിനുള്ളിൽ ഒരു വലിയ രാക്ഷസൻ താമസിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ പിന്നെ അതെനിക്ക് എന്തായാലും കാണണം, ഇതൊക്കെ ഒരു വെറും കെട്ടുകഥകളല്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലെന്ന് പറയുമ്പോൾ ദീപിക പറയണേ, ഇല്ല ഇല്ല എനിക്ക് പേടിയാണ്. പക്ഷേ ശ്വേത നിർബന്ധിച്ചതുകൊണ്ട് തന്നെ ദീപിക അവളുടെ കൂടെ പോവാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അംബികയുമായിട്ട് സംസാരിക്കാനായിട്ട് ജയദേവ് വന്നിട്ടുണ്ട്. കൂടെ ഒരു ബ്രോക്കർ ഉണ്ട്. ഈ ബ്രോക്കർ വന്നിട്ട് ഒരു വില പറയുന്നുണ്ട്. ഒട്ടും വില കാണുന്നില്ല കേട്ടോ, ചെറിയ വിലയാണ്. അപ്പൊ ഈ ജയദേവ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഇത്ര വില കുറച്ച് പറയുന്നത്, ഇത്രയും വലിയ വീടാണ്, ഇത്രയും വലിയ സ്ഥലമാണ്, ഇതിന് മാന്യമായ വില കിട്ടണ്ടേ? ആ നേരത്തെ ഈ ഒരു ബ്രോക്കർ പറയണത്, അത് പിന്നെ സാറേ നാട്ടുകാർ പലതും പറയുന്നുണ്ട്, ഇവിടെ ഒരു മാർക്കറ്റ് ഇല്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ, ഓരോ കെട്ടുകഥകൾ നിങ്ങളെപ്പോലെയുള്ള ഈ ബ്രോക്കർമാരുണ്ടാക്കും, എന്നിട്ട് സ്ഥലത്തിന്റെ വില കുറക്കും, എന്നിട്ട് നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് മറിച്ച് വെക്കാലോ, അതുകൊണ്ട് നിനക്ക് എന്തായാലും തൽക്കാലം ഈ സ്ഥലം തരാൻ പോകുന്നില്ല, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജയദേവ് ഈ ബ്രോക്കറിനെ പറഞ്ഞു വിടുകയാണ്. ഇതേ നേരം തന്നെ ദീപികയും ശ്വേതയും കൂടെ ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് പോകും തോറും ദീപികയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി വരികയാണ്. ശ്വേത ഞാനില്ല, നീ പൊയ്ക്കോന്ന് പറയാണ്. എന്നാൽ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴയ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് ശ്വേത പോവാണ്. അവിടെ ഒരുപാടധികം ഏലസുകളും ചരടുകളും ഇതെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ആ ഒരു മരം ഉള്ളത്. ആ മരത്തിന്റെ താഴെയായിട്ട് ആ ഒരു ബലിപീഠം ഉണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പൊ ശ്വേത പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അംബിക വരികയാണ്. ശ്വേത ചീത്ത പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പാടില്ല എന്ന്, ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോവാണ്. ഇതേ നേരം തന്നെ അവിടെ മറഞ്ഞിരുന്ന ഒരു സ്ത്രീ കണ്ടാൽ തന്നെ പേടിയാവും. അംബികയും അതുപോലെ തന്നെ ശ്വേതയും നോക്കുന്നുണ്ട്. പിന്നിൽ ആരോ ഒരാളുണ്ട് എന്ന് അംബികയ്ക്ക് മനസ്സിലായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു സ്ത്രീയെ കാണാനൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ആ സ്ത്രീ ഇവരെ വ്യക്തമായിട്ട് തന്നെ നോക്കുകയാണ്. അങ്ങനെ ആ ഒരു മരമുള്ള സ്ഥലത്ത് നിന്ന് അംബിക ഈ ശ്വേത അതുപോലെ തന്നെ ദീപിക രണ്ടുപേരെയും കൂട്ടി പുറത്തേക്ക് വരികയാണ്. ഇതേ നേരം ദീപികയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളോട് ഭയങ്കര ചൂടാവുകയാണ്. നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ, അതും ഇതെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കിടുന്നുണ്ട്. ഈ സമയത്ത് ദീപികയുടെ പാവാടയിൽ ഒരു ഇച്ചിരി ബ്ലഡ് കാണുന്നുണ്ട്, അതായത് അവൾക്ക് പ്രായമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചടങ്ങ് എന്താന്ന് വെച്ചാൽ വേഗം പോയിട്ട് ചെയ്യാൻ വേണ്ടി അംബികയോട് പറയാണ്. എന്നാൽ ഇങ്ങനെ മകൾ പ്രായപൂർത്തിയായി ഇറങ്ങപ്പോ ദീപികയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയാവാണ്. അവര് വേഗം ദീപികയെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടുന്നുണ്ട്. അയ്യോ ദൈവമേ, ഇനി എന്റെ മോൾക്ക് എന്തൊക്കെയാ വരാൻ പോകുന്നത്, ദൈവം തന്നെ കാത്തോണേന്ന് പറഞ്ഞിട്ട് വളരെ സുരക്ഷിതമായ ഒരു റൂമിൽ തന്നെ ദീപികയെ കൊണ്ടുപോയിട്ട് അവളുടെ അമ്മ പൂട്ടിയിടുകയാണ്. അങ്ങനെ അർദ്ധരാത്രിയായിട്ടുണ്ട്. റൂമിൽ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ സമയത്ത് ദീപിക ഉറങ്ങുന്ന നേരത്ത് അവളുടെ അരികിലേക്ക് ഒരു നിഴൽ അങ്ങനെ വരുന്നുണ്ട്. നിഴലല്ല, മരത്തിന്റെ വേരുകളായിരുന്നു. ആ വേരുകൾ പിന്നീട് പതിയെ പതിയെ ദീപികയെ ചുറ്റി വളയാൻ തുടങ്ങുകയാണ്. പിന്നീട് ആ റൂം മുഴുവനായിട്ടും ആ വേരുകൾ കൊണ്ട് നിറഞ്ഞു. അവളെ പിന്നീട് മുകളിലേക്കും താഴേക്ക് ഇട്ട് അടിച്ച് അവസാനം പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോവാണ് ആ ഒരു മരത്തിന്റെ വേരുകൾ. ഈ ശബ്ദം കേട്ട് ദീപികയുടെ അമ്മ റൂമിലേക്ക് വന്നു നോക്കുമ്പോൾ മകളെ കാണാനില്ല. ആ സ്ത്രീ ഉറക്കനെ കരയാണിപ്പോ. പിന്നീട് ഭർത്താവായിട്ടുള്ള ബാബുവിനെ വിളിച്ചുണർത്തുന്നുണ്ട്, എല്ലാവരും വിളിച്ചുണർത്തുകയാണ്. ആ സമയത്ത് അംബികയും മകളായിട്ടുള്ള ശ്വേത അങ്ങോട്ടേക്ക് വന്നു. ഭയങ്കര ദേഷ്യത്തിൽ അംബികയും ശ്വേതയും നോക്കിയിട്ട് ദീപികയുടെ അമ്മ പറയണം, നിങ്ങൾ കാരണമാണ് എന്റെ മകളെ എനിക്ക് നഷ്ടമായത്, നിങ്ങൾ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത്, ഞങ്ങൾക്ക് കഷ്ടകാലം തരാൻ വേണ്ടിയിട്ടാണോ? ഇതും പറഞ്ഞ് തലയും തല്ലി കരയാണ് അവർ. ഒരു വിധത്തിൽ ബാബു അവരെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അംബിക ഈ ഒരു വിവരം പോലീസുകാരെ അറിയിക്കുന്നുണ്ട്. കാരണം ഈ വീട്ടിലെ ഒരു ചെറിയ പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഒരു ഇൻസ്പെക്ടർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ വന്നിട്ട് ആ റൂമിന്റെ പുറത്തെല്ലാം പോയി നോക്കുകയാണ്. ജനലിന്റെ കമ്പി വളച്ചിട്ടാണ് ആ ഗ്യാപ്പിലൂടെയാണ് ദീപികയെ ആരോ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ വേറൊരു എവിഡൻസും ഈ ഇൻസ്പെക്ടർ കിട്ടുന്നില്ല. അപ്പോഴാണ് ആ നാട്ടുകാർ പറയുന്നത്, സാറേ ഇതൊരാളല്ല ചെയ്തത്, ഇതൊരു ഭൂതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ ജനിച്ച ഒരു കുഞ്ഞിനെ അതിന് ബലി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ നാട്ടിൽ പ്രായപൂർത്തിയാവുന്ന ഓരോ പെൺകുട്ടികളെയും ആ ഒരു ഭൂതം കൊണ്ടുപോവാണ്. മാത്രമല്ല നാട്ടുകാർ പിന്നീട് മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ അംബികയും മകളായിട്ടുള്ള ശ്വേതയാണ്. അവര് കാരണമാണ് ഈ നാട്ടിൽ ഈ ദുർനിമിത്തങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. എന്നാൽ ഇതൊരു ലോജിക്ക് ഇല്ലാത്ത കാര്യമല്ലേ? അംബികയ്ക്ക് ഇതൊന്നും വലിയ വിശ്വാസമാകുന്നില്ല. അപ്പൊ അംബിക പറയാണ്, കേസ് ആദ്യം അന്വേഷിക്കട്ടെ, നമുക്ക് ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാന്ന് പറയാണ്. എന്നാൽ നാട്ടുകാർ മുഴുവൻ പറയുന്നത്, നിങ്ങൾ ഇനി എവിടെ അന്വേഷിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ആ ഒരു മരത്തിന്റെ അരികിലേക്ക് പോകണം. അങ്ങനെ നാട്ടുകാരും പോലീസുകാരും അംബികയും എല്ലാവരും കൂടെ ആ ഒരു മരത്തിന്റെ അരികിലേക്ക് പോവാണ്. മരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒറ്റ മരമൊന്നും അല്ല, ഒരുപാട് വേരുകളും കമ്പുകളും ശിഖരമുള്ള പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു മരമാണ്. ഇതിന്റെ പല ഭാഗത്തായിട്ട് ദീപികയെ തേടിക്കൊണ്ട് ഓരോരുത്തർ പോകുന്നുണ്ട്. ഈ സമയത്ത് ദീപിക കയ്യിലുണ്ടായിരുന്ന ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ മരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ദീപികയെ കാണുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ദീപിക ഉണ്ടായിരുന്നില്ല. പകരം ഒരു മനുഷ്യക്കുഞ്ഞിന്റെ രൂപമുള്ള ഒരു വേര്, അത്രേ ഉള്ളൂ. ഇതേ നേരം തന്നെ ഒരു വല്ലാത്ത കരച്ചിലും നമ്മുടെ അംബിക കേൾക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു മരത്തിന്റെ ചുറ്റും നോക്കുമ്പോൾ ഈ വേരിന്റെ പല ഭാഗങ്ങളിലായിട്ട് മനുഷ്യരുടെ മുഖങ്ങൾ തെളിഞ്ഞു വരികയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ മുഖം അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അംബികയ്ക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല മരത്തിന്റെ വലിയൊരു പൊത്ത് തന്നെ അവളിപ്പോ കാണുകയാണ്. ആ പൊത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചില് അവളിപ്പോ കേൾക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ധൈര്യമൊന്നും അംബികയ്ക്ക് ഇപ്പൊ ഇല്ല. എന്നാലും എന്താണെന്ന് അറിയണമല്ലോ. അത് നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക്
ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ വരികയാണ്. നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്? വല്ല പാമ്പോ പഴുതാരോ ഉണ്ടാവും, ഉള്ളിലേക്ക് പോകണ്ടെന്ന് പറയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടെന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ വിശ്വസിക്കുന്നില്ല. അയാൾ നോക്കുമ്പോൾ അങ്ങനത്തെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല. പൂർണ്ണമായ സൈലൻസ് ആണ്. നിങ്ങൾ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അംബികയെ വിളിച്ചുകൊണ്ട് പോലീസ് പോവുകയാണ്. ഇതിനുശേഷം അംബിക നേരെ ശ്വേതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്വേത അമ്മയെ കണ്ടപാടിന് ചോദിക്കുന്നുണ്ട്. അമ്മേ എന്തായി, ദീപികയെ കണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരിച്ചിരി വിഷമത്തോട് കൂടിയിട്ട് അംബിക പറഞ്ഞു, ഇല്ല മോളെ, നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്വേതയ്ക്ക് എന്തോ ഭയങ്കര വിഷമായി. ശ്വേത പറയുന്നത്, നാട്ടുകാരെല്ലാവരും പറയുന്നത് അവളെ കാണാതായതിന്റെ കാരണക്കാരി ഞാനാണെന്നാണ്. ഞാൻ കാരണമാണോ അമ്മ ഇതൊക്കെ സംഭവിക്കുന്നത്? ഇപ്പൊ അംബിക പറയണം, മോളെ അങ്ങനെയൊന്നുമില്ല, മോൾ ഓരോന്ന് വെറുതെ ചിന്തിച്ച് കൂട്ടാൻ നിൽക്കണ്ട കേട്ടോ. ഇതേ സമയത്ത് ശ്വേത പറയണം, അല്ല അമ്മേ, എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഗ്രാമത്തിൽ നിന്നും എന്നെ പരമാവധി അകറ്റി നിർത്താൻ വേണ്ടി നിങ്ങൾ നോക്കിയിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? ഞാൻ ആരാ? എന്നെ എന്തിനു ഇവിടുന്ന് മാറ്റി നിർത്തുന്നേ? ആ സമയത്ത് അംബിക പറയണം, മോളെ, നിന്നെ ഈ ഒരു നാട്ടിൽ നിന്നും അകറ്റി നിർത്താൻ നോക്കിയത് ഞാനല്ല, നിന്റെ അച്ഛനാണ്. അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും അതിന്റെ പിന്നിൽ ഒരു പുരാണ കഥയാണ്. ആ കഥയെ നമ്മൾ കുറച്ച് മുന്നേ കേട്ടതാണ്. അതായത് കുറച്ച് കുട്ടികൾക്കായിട്ട് അംബിക ആ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രക്തഭിക്ഷുവിനെ കൊന്ന മഹാകാളിയുടെ കഥ. എന്നാൽ അന്ന് രക്തഭിക്ഷുവിന്റെ എല്ലാ രക്തവും മുഴുവനായിട്ടും മഹാകാളിക്ക് ഊറ്റി കുടിക്കാൻ കഴിഞ്ഞില്ല. ഒരേ ഒരു തുള്ളി രക്തം മാത്രം ഭൂമിയിൽ ഉറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഈ നാട്ടിലാണ്. പക്ഷേ ആ ഒരു രക്തം കൊണ്ട് പൂർണ്ണ ശക്തിയിലേക്ക് ഈ ഒരു രക്തഭിക്ഷുവിന് വരാൻ കഴിഞ്ഞില്ല. പകരം അവനൊരു മരമായി മാറി. അവിടുന്ന് ഒരുപാട് ദൂരേക്കൊന്നും അവന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുണ്ടാവുന്ന പ്രായമായ കന്യകകളായ പെൺകുട്ടികളെ അവൻ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കാൻ തുടങ്ങി. ഇത് ഈ നാട്ടിൽ ഒരു സ്ഥിരം സംഭവമായപ്പോ ഒരാള് ചെന്ന് മഹാകാളിയോട് പ്രാർത്ഥിച്ചു. മഹാകാളിക്ക് ഭയങ്കര കോപം വന്നു. ആ നേരത്ത് കാളിയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു രക്തം ഇയാളുടെ കണ്ണിൽ വന്നു. ഇയാൾക്ക് ചില ശക്തികൾ കിട്ടി. പിന്നീട് ഈ ആള് നാട്ടുകാരും ചെന്ന് ആ വലിയ രാക്ഷസ മരത്തിനെ ഇല്ലാതാക്കി. പക്ഷേ നാട്ടുകാർ വിചാരിക്കുന്നത് പോലെ പൂർണ്ണമായിട്ടും രക്തഭിക്ഷുവിനെ ഇല്ലാതാക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റിയില്ല. ആരും അറിയാതെ അവൻ പാതാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. അതായത് അന്ന് മഹാകാളിയുടെ രക്തം ഒരാളുടെ കണ്ണിലായില്ലേ, അതായത് കാളിയുടെ ശക്തി അവന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവന്റെ പരമ്പരയിൽ ജനിക്കുന്ന എല്ലാവർക്കും ആ ഒരു ശക്തി ഉണ്ടാവും. അപ്പൊ അവന്റെ പരമ്പരയിൽ ജനിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ വയറ്റില് അവന്റെ ആ ഒരു ശക്തിയെ ഇട്ടുകൊടുത്ത് അതിലൂടെ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞ് പിന്നീട് രക്തഭിക്ഷുവായി മാറും. സാധാരണ രക്തഭിക്ഷു ആയിരിക്കില്ല, ദേവിയുടെ കൂടെ ശക്തിയുള്ള രക്തഭിക്ഷു ആയിരിക്കും. എന്നാൽ രക്തഭിക്ഷുവിന്റെ ഈ പദ്ധതി മനസ്സിലാക്കിയ ആ കഴിവ് കിട്ടിയ ആളുണ്ടല്ലോ, അയാളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ പെൺകുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു രാക്ഷസന്റെ മുന്നിൽ വെച്ച് തന്നെ 2 കഷ്ണമായിട്ട് വെട്ടിക്കളഞ്ഞ് കൊന്നുകളയും. എന്തിനാണെന്നല്ലേ? കാരണം ആ ഒരു പെൺകുഞ്ഞ് വളർന്ന് വലുതായാൽ അവളിലൂടെ രക്തഭിക്ഷുവിനോട് പുറത്തു വരാൻ കഴിയും. അന്ന് ആ ഒരു ശക്തി കിട്ടിയ ആ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ ഈ ഒരു ഗുപ്തൻ. ഗുപ്തന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവനൊരു കുഞ്ഞുണ്ടായ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഗുപ്തൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. എന്നാൽ അതൊരു പെണ്ണാണെന്ന് അറിഞ്ഞ ശേഷം അവന്റെ ആ ഒരു സന്തോഷം എല്ലാം പോയി. അതായത് ഇതൊരു പെണ്ണാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൊന്നു കളയണമല്ലോ. തന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ഗുപ്തൻ ഈ ഒരു കാര്യം എല്ലാവരോടും മറച്ചു വെച്ചു. തനിക്ക് ജനിച്ചത് ഒരു ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് ഈ നാട് വിട്ട് തന്നെ ഗുപ്തൻ പോയി. പക്ഷെ അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ശ്വേത ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അന്ന് ദേവിയുടെ കയ്യിൽ നിന്നും ആ ഒരു ശക്തി കിട്ടിയ ആ ആളുണ്ടല്ലോ, ആ ആളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ശ്വേത. അപ്പൊ ശ്വേതയെ ഈ നാട്ടിൽ ജീവനോടെ നിർത്തിക്കഴിഞ്ഞാൽ ശ്വേതയുടെ ഉള്ളിലൂടെ ആ രാക്ഷസൻ വീണ്ടും പുനർജനിക്കും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്വേത പറയണ, അമ്മേ, അങ്ങനെയാണെങ്കിൽ ആ രാക്ഷസൻ പുറത്തു വരാതിരിക്കാനായിട്ട് ഇവരെല്ലാവരും കൂടെ എന്നെ കൊന്നുകളയില്ലേ? എനിക്ക് പേടിയാവുന്ന അമ്മേ. ഈ സമയത്ത് അംബിക പറയാണ്, മോളെ, എന്റെ ശവത്തിൽ തൊട്ടല്ലാതെ എന്റെ മോളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ അമ്മയാണ് മോളെ. ഇവള് സീൻ കേട്ട ഈ അടുത്ത സീനിൽ വീണ്ടും ആ രാക്ഷസനെ കാണിക്കുകയാണ്. അവന്റെ അരികിൽ ഇപ്പോ തട്ടിക്കൊണ്ടുപോയ ദീപികയുണ്ട്. അവളുടെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ, അതായത് അതിന്റെ ആ ഒരു പൈശാചിക ശക്തിയെ കടത്തിവിട്ടുകൊണ്ട് ദീപികയെ ആ രാക്ഷസൻ ഒരു അടിമയാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം പല സമയങ്ങളിലായിട്ട് ഗ്രാമത്തിൽ നിന്ന് കാണാതായ ഒരുപാട് പെൺകുട്ടികൾ തിരിച്ചു വരികയാണ്. അപ്പൊ അവർക്ക് എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഗ്രാമത്തലവനായിട്ടുള്ള ജയദേവ് നേരിട്ട് ചെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജയദേവിന്റെ കൂടെ അംബിക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോ ആ സ്ത്രീ എവിടെയോ കണ്ടതുപോലെ അംബികക്ക് തോന്നുകയാണ്. പിന്നീട് അന്നേ ദിവസം ആ ഒരു അന്വേഷണം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ദാണ്ടെ വീട്ടിന് മുന്നിൽ അവൾ പല സമയത്തായിട്ട് കണ്ട ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ത്രീയെ കാണുകയാണ്. അവളുടെ കാറിന്റെ അരികിലേക്ക് വന്നിട്ട് ആ സ്ത്രീ പറയാണ്, നിന്റെ മകൾ ആപത്തിലാണ്, വേഗം ഉള്ളിലേക്ക് പോ, രക്ഷിക്കവളെന്ന്. ഭയന്നുകൊണ്ട് അംബിക ഉള്ളിലേക്ക് ഓടി ചെന്നപ്പോ മറ്റേ ആ ഒരു വേലക്കാരനുണ്ടല്ലോ ബാബു, അവന്റെ അച്ഛനുമായിട്ട് നമ്മുടെ ശ്വേത നല്ല എന്താ പറയാ ഒരു കൂട്ടുകാരെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് അംബികയ്ക്കും ആശ്വാസമായത്. പിന്നീട് മകളെയും കൂട്ടി അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ബാബുവിന്റെ അച്ഛൻ ഒരു എഴുത്തോല കൊടുക്കുന്നുണ്ട് ഈ അംബികയ്ക്ക്. എന്താണ് അതിൽ എഴുതിയത് എന്നൊന്നും അറിയില്ല. അങ്ങനെ രാത്രിയായപ്പോൾ അംബിക അതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. പിന്നീട് പതിയെ പതിയെ ഒന്ന് മയങ്ങിപ്പോവാണ്. ആ നേരത്ത് മരിച്ചുപോയ അംബികയുടെ ഹസ്ബൻഡ് ഗുപ്തനെയും അതുപോലെ തന്നെ മഹാകാളിയും അവള് സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഗ്രാമത്തിൽ ഒരാൾ മഹാകാളിയെ സ്വപ്നം കാണുന്നത്. ഈ കാര്യം വേഗം തന്നെ അംബിക ബാബുവിനോടും ബാക്കിയുള്ള എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു സമയം, അതായത് തുറക്കാത്ത ആ അറ തുറന്നുകൊണ്ട് മഹാകാളിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പൂജ നമ്മൾ ഇപ്പൊ ചെയ്യണമെന്ന് പറയാണ്. അധികം വൈകാതെ ആ ഒരു പൂജ അവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ സമയത്ത് തന്നെ കാണാതായ ദീപികയുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്. ഇതുകൂടി ആയപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി. 40 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു പൂജ അത്
അത് വീണ്ടും തുടങ്ങിയ സമയത്ത് അനർത്ഥങ്ങളെല്ലാം മാറി വരികയാണ്. കാണാതായ പെൺകുട്ടി തിരിച്ചു വന്നു. എന്നാൽ ഈ കാണാതായ എല്ലാ പെൺകുട്ടികളെയും കൂട്ടിയിട്ട് അംബികയും പോലീസുകാരും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇവരാരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് വല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ പെൺകുട്ടികൾ ആരും ശരീരത്തിൽ തൊട്ട് അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ആരും ഗർഭിണിയോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ എല്ലാവരും ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പ്രായപൂർത്തിയായ പെൺകുട്ടികളായിരുന്നു. എന്നാൽ അവരുടെ ആ ഒരു പീരീഡ്സ് എല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നീട് അംബിക മകളായിട്ടുള്ള ശ്വേതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഇന്നേ ദിവസം ശ്വേത എന്താണെന്നറിയില്ല, ഭയങ്കര വയറുവേദന അമ്മ. ഇടയ്ക്കിടയ്ക്ക് അവൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി പീരീഡ്സ് സ്റ്റാർട്ട് ആവാനായിട്ടുണ്ടാവും. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. അർദ്ധരാത്രി ആയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങിയിരുന്ന ദീപിക ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് നടന്ന് എഴുന്നേറ്റ് വരികയാണ്. മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതായത് മുകളിലാണ് അംബികയും മകളായിട്ടുള്ള ശ്വേതയുള്ളത്. എന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ദീപികയുടെ മുത്തശ്ശൻ, അതായത് ബാബുവിന്റെ അച്ഛൻ വന്നിട്ട് ദീപികയെ പിടിക്കാണ്. മോളെ അങ്ങോട്ടേക്ക് പോകരുത്, അത് അവർക്ക് ആപത്താണെന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് യാതൊരു അനുസരണയില്ലാതെ ദീപിക എന്തൊക്കെയോ പറയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആടാൻ തുടങ്ങുകയാണ്. അതേ നേരം തന്നെ അവളുടെ മുഖം വല്ലാത്ത രീതിയിൽ മാറി, ഒരു പിശാചിനെ പോലെയായി മാറി. അമാനുഷികമായ ശക്തി അവളുടെ ഉള്ളിലേക്ക് വന്നു. പിന്നീട് ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മുത്തച്ഛനെ തന്നെ അവൾ തൂക്കിയെടുക്കുകയാണ്. അവസാനം കൊന്നുകളയുന്നുണ്ട്. ഇതൊന്നും ബാക്കിയുള്ള ആരും അറിയുന്നില്ല. ഇതിനുശേഷം ദീപിക നേരെ ചെല്ലുന്നത് ശ്വേതയുടെ റൂമിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ ദീപികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ശ്വേതയ്ക്കും പ്രായപൂർത്തിയായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ അംബികയുണ്ട്. എന്നാൽ അംബിക പോലും അറിയാതെ ശ്വേതയെ ദീപിക വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. വാ നമുക്കൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറയണം. അപ്പൊ ശ്വേത പറയണ നിക്ക്, ഞാൻ എന്തായാലും അമ്മയോടൊന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് പോകാന്ന് പറയുമ്പോൾ ദീപിക അതിന് സമ്മതിക്കുന്നില്ല. അമ്മയോടൊന്നും പറയണ്ട, വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് തന്നെ അവളെ വിളിച്ചവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പിന്നീട് ദീപികയുടെ കൂടെ നമ്മുടെ ശ്വേത പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അവളുടെ കൂടെ ദീപിക മാത്രമായിരുന്നില്ല, വേറെയും ചില ആത്മാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ മുഖമെല്ലാം ഭയങ്കര വികൃതമായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കാൻ ശ്വേതയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ ആ വന്ന പെൺകുട്ടികളെല്ലാം ശ്വേതയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ മരത്തിന്റെ അരികിലേക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അംബിക ഉറക്കത്തിന് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ശ്വേതയെ കാണാനില്ല. വേഗം തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ബാബുവിന്റെ അച്ഛൻ ആ ഒരു ഊഞ്ഞാലിൽ മരിച്ചു കിടക്കുന്നേ കാണുന്നത്. വേഗം തന്നെ അംബിക എല്ലാവരെയും വിളിച്ചുണർത്തുകയാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ശ്വേതയെ അന്ന് കാണാതായ പെൺകുട്ടികളുണ്ടല്ലോ, അവരെല്ലാം പിന്നീട് തിരിച്ചു വന്നല്ലോ. ഇതേ പെൺകുട്ടികൾ എല്ലാവരും ചേർന്ന് ആ മരത്തിന്റെ അരികിലേക്ക് ശ്വേതയെ കൊണ്ടുപോവാണ്. എന്നാൽ അംബികയെ കണ്ടപാട് തന്നെ ഈ പെൺകുട്ടികൾ എല്ലാവരും 4 ഭാഗത്തേക്ക് തെറിച്ചു ഓടുകയാണ്. മാത്രമല്ല ആ പഴയ വീടിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് വേരുകൾ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം മള്ളി പിടിച്ചുകൊണ്ട് കൊരങ്ങുകളെ പോലെ എങ്ങോട്ടോ ഓടി മറിയാണ്. അതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ശ്വേതയെ ആ ഒരു വയസ്സായ സ്ത്രീ ഉണ്ടല്ലോ, അവർ വന്നിട്ട് ഒരൊറ്റപ്പെടുത്താണ്. പിന്നീട് അവൾ അവിടുന്ന് കൊണ്ടുപോകാനും നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അംബിക അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും ശ്വേതയെ രക്ഷപ്പെടുത്തി വേഗം വീട്ടിലേക്ക് വരികയാണ്. മാത്രമല്ല വേഗം തന്നെ പെട്ടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യുമ്പോൾ ഗ്രാമത്തലവനായിട്ടുള്ള ജയദേവ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ജയദേവനോട് അംബിക പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഈ നാട്ടിൽ ഒന്നുമില്ല, ആൾക്കാർ ഓരോന്ന് പറഞ്ഞു നടക്കുകയാണെന്ന്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചില കാര്യങ്ങൾ ഇപ്പൊ കണ്ടു. അത് വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ഒരു മണ്ടിയല്ല. അതുപോലെ തന്നെ ഈ ലോകത്തിലെ എല്ലാത്തിനേക്കാളും വലുത് എനിക്ക് എന്റെ മകളാണ്. എന്ത് ചെയ്തിട്ടാലും ശരി ഞാൻ എന്റെ മകളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഈ നാട്ടിലെ ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറയണം. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ജയദേവ് പറയുന്നത് കേൾക്കാതെ ആ രാത്രി തന്നെ കാറിൽ അവരിവിടെ വിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ലോങ് ഷോട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് കാർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ കാറിന്റെ പിന്നാലെ തന്നെ ഒരു വലിയ നിഴൽ രൂപം. ഇതൊന്നും അംബിക കാണുന്നില്ല. അവൾ ആ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പോവാണ്. ഈ നേരത്ത് കാണാതായ പെൺകുട്ടികളുണ്ടല്ലോ, ആ പെൺകുട്ടികളാണല്ലോ നമ്മുടെ ശ്വേതയെ കൊണ്ടുപോകാൻ നോക്കിയത്. അവർ വീണ്ടും വരികയാണ്. മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ചാടി ഈ കാറിന്റെ മുകളിലേക്ക് വീണ് ചില്ലെല്ലാം കുത്തിപ്പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്നും ശ്വേതയെ അവർ വലിച്ചെടുക്കാൻ നോക്കുകയാണ്. എന്നാൽ ഒരു സഡൻ ബ്രേക്ക് ഇട്ട സമയത്ത് ഇതെല്ലാം കൂടി മുന്നോട്ടേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. വേഗം വണ്ടിയെടുത്ത് പോകാൻ നോക്കുമ്പോൾ എല്ലാം കൂടെ മുന്നിൽ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. പിന്നീട് ഇവറ്റകളൊന്നും കാണുന്നുമില്ല. വേഗം വണ്ടി എടുക്കാൻ അംബിക നോക്കുമ്പോൾ വണ്ടിയൊന്നും അനങ്ങുന്നു പോലുമില്ല. കാരണം എന്താണ്, ഇവറ്റകൾ ഈ വണ്ടിയെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ ഒരു ഡോർ ഉണ്ടല്ലോ, അത് വലിച്ച് പൊളിച്ചു കളയാണ് ദീപിക. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ശ്വേതയെ വലിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. തടുക്കാൻ നോക്കിയ അംബികയെ അടിച്ച് ബോധം കെടുത്തുകയാണ് ഈ പിള്ളേരെല്ലാവരും കൂടി. ഇതെല്ലാം കണ്ട സമയത്ത് ശ്വേതയുടെ ബോധവും നഷ്ടമാകുന്നുണ്ട്. പിന്നീട് ബോധമില്ലാത്ത ശ്വേതയുടെ ആ ഒരു ബോഡി പതിയെ പതിയെ ഈ പെൺകുട്ടികൾ എടുത്തു കൊണ്ടുപോയിട്ട് ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ആ ആളെ കണ്ട സമയത്ത് ഞാനൊന്ന് ഞെട്ടിപ്പോയി. മറ്റാരുമല്ല, ഗ്രാമത്തലവനായിട്ടുള്ള ജയദേവ്. സത്യം പറയുകയാണെങ്കിൽ മനുഷ്യരുടെ ഉള്ളിൽ മനുഷ്യർ പോലും അറിയാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇയാൾ ജീവിക്കുകയായിരുന്നു. മാത്രമല്ല ഒരുപാട് നാളായിട്ട് ഈ ജയദേവ് കാത്തിരുന്നതും ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അതായത് അന്ന് ദേവിയുടെ കയ്യിൽ നിന്നും ശക്തി കിട്ടിയ ആളുണ്ടല്ലോ, അയാളുടെ പരമ്പരയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഈ ചെകുത്താന്, ഈ രാക്ഷസന് ഇതിന് വേണമായിരുന്നു. അങ്ങനെ ആ രാത്രിയും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. തിരിച്ചു വന്നു എന്ന് പറയുന്ന പെൺകുട്ടികളെ മുഴുവനായിട്ടും ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കാനായിട്ട് വീണ്ടും ഇൻസ്പെക്ടർ വന്നിരിക്കുകയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ ഉണ്ടായിരുന്ന ഗ്രാമത്തലവനായിട്ടുള്ള ജയദേവനെ ഇവിടെ എവിടെയും കാണാനില്ല. ആ സമയത്താണ് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. കാണാതായ എല്ലാ പെൺകുട്ടികളും തിരിച്ചു വന്നപ്പോൾ അവരോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനായിട്ട് ജയദേവും ഇൻസ്പെക്ടറും അംബികയെല്ലാം പോയ സമയത്ത് അവരുടെ മുന്നിൽ തന്നെ ജയദേവ് ഉണ്ടായിരുന്നു. അധിക പെൺകുട്ടികളും ജയദേവിനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഭയം അവരുടെ മുഖത്തുള്ളതുപോലെ. കാരണം ജയദേവിനെ കണ്ടാൽ അവർ പേടിക്കുമല്ലോ. അപ്പൊ ഈ ഒരു സംശയം ഇൻസ്പെക്ടറുടെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പൊ ആ സംശയം ഉള്ളിൽ വെച്ച് തന്നെ ഇവര് നേരെ ആ കാട്ടിലേക്ക് പോവാണ്. പടർന്ന് പന്തലിച്ചെടുക്കുന്ന ആ ഒരു മരത്തിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനായിട്ടും കുട്ടികളെ ഇവർ അന്വേഷിക്കാൻ തുടങ്ങാണ്. ഇതേ സമയത്ത് തന്നെ കുറച്ച് അകലെയായിട്ട് ഒരു
കുടില് കാണിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിക്കത്തെ ആ ഒരു അറ്റാക്കിൽ ബോധം പോയ നമ്മുടെ അംബികയാണ് ഇപ്പൊ ആ ഒരു കുടിലുള്ളത്. ഇപ്പൊ അവളുടെ ബോധം വന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ കണ്ടാൽ പേടിയാവുന്ന ആ ഒരു മുത്തശ്ശിയുണ്ട്. ഭയന്ന് വിറച്ചു പോയ അംബിക വേഗം തന്നെ അവിടെ ഓടാൻ നോക്കുമ്പോൾ മുത്തശ്ശി അവളെ പിടിച്ചു വെച്ചിട്ട് പറയണം, നീ പേടിക്കല്ല, ഞാൻ നിന്റെ ശത്രുവല്ല, നിന്നെയും നിന്റെ മകളെയും രക്ഷപ്പെടുത്താനാ നോക്കുന്നത്. അതിനു മുന്നേ ഒരു സത്യം നീ അറിയണം. പിന്നീട് ആ കാര്യം അതെന്താണെന്ന് ഈ മുത്തശ്ശി നമ്മുടെ അംബികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ ജമീന്ദാറുടെ ഭാര്യ പ്രസവിച്ചല്ലോ, ഇരട്ടക്കുഞ്ഞുങ്ങളായിരുന്നല്ലോ. ഒന്ന് ആൺകുഞ്ഞും അതുപോലെ ഒന്ന് പെൺകുഞ്ഞും ആയിരുന്നല്ലോ. പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ അതിലൂടെ ആ ഒരു രാക്ഷസൻ പിന്നീട് പുനർജനിക്കും എന്നുള്ളത് കൊണ്ട് ആ കുട്ടി എടുത്തുകൊണ്ട് പൂജാരി കാട്ടിലേക്ക് പോയിട്ട് ആ ഒരു കുഞ്ഞിനെ വെട്ടിക്കൊന്നായിരുന്നല്ലോ. എന്നാൽ ശരിക്കും ആ പൂജാരി അതിനൊന്നും ചെയ്തില്ല. ആ പൂജാരി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ അംബികയോട് പറയുന്ന ആ മുത്തശ്ശിയും. ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കണ്ട സമയത്ത് അതിനെ വെട്ടാൻ തോന്നാതെ കൈവിറച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ജമീന്ദാറിന്റെ അനിയനായിട്ടുള്ള ഗ്രാമതലവൻ ജയദേവ് അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ചേട്ടാ, ഇവൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല. ഇവൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വന്ന ഏതോ ഒരു മന്ത്രവാദിനിയാണ് ഇവള്. അതുകൊണ്ട് ഇവള് പറയുന്നത് കേൾക്കണ്ട, ആ കുഞ്ഞിനെ ഞാൻ കൊന്നോളാന്ന് പറഞ്ഞിട്ട് അന്ന് ജനിച്ച ആ ഒരു പെൺകുഞ്ഞിനെ അവിടെ വെച്ച് വെട്ടിക്കൊന്നത് അത് മറ്റാരുമല്ല, ഇതേ ജയദേവ് തന്നെയാണ്. അവന്റെ ചെറുപ്പകാലമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആളെ മനസ്സിലാകാത്തത്, വേറൊരു ക്യാരക്ടർ വെച്ചാണ് ചെയ്തത്. എന്തായാലും ആ ഒരു നരബലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ജയദേവിനെ ആ രാക്ഷസ വേരുകൾ വന്ന് ചുറ്റിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവനോട് പറയാണ്, ഞാൻ കാത്തിരുന്ന ആ കുഞ്ഞിനെയാണ് നീ ഇല്ലാതാക്കിയത്. എത്ര നാളത്തെ എന്റെ പദ്ധതിയാണ് നീ ഇല്ലാതാക്കിയെന്നറിയോ? അതുകൊണ്ട് ഇവിടെ വെച്ച് വളരെ ക്രൂരമായിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവുക. ഇത് കേട്ട സമയത്ത് ജയദേവ് ആകെ പേടിച്ച് വിറച്ച ആ ഒരു മരണവെപ്രാളത്തിൽ അവൻ പറയാണ്, ദയവ് ചെയ്ത് എന്നെ ഇപ്പൊ കൊല്ലരുത്. എന്നെ കൊല്ലാതെ വിട്ടാൽ നിനക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഞാൻ എത്തിച്ചു തരും, അതും എന്റെ പരമ്പരയിൽപ്പെട്ടത്. അങ്ങനെ അന്ന് ആ ചെകുത്താനുമായിട്ട് ജയദേവ് ഒരു ഡീൽ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ജയദേവ് അല്ല ശരിക്കും ആ ഒരു ചെകുത്താൻ, അതായത് ആ ഒരു രക്തഭിക്ഷു ഇവനുമായിട്ട് ഡീൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവന് ചില കഴിവുകളും ആ ഒരു രക്തഭിക്ഷു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കാര്യമൊന്നും നാട്ടിലുള്ള ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അംബികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അന്നുണ്ടായിരുന്ന ആ ഒരു മന്ത്രവാദിനി. അവരാണ് ഇപ്പോൾ വയസ്സായിട്ട് ആ ഒരു മുത്തശ്ശിയുടെ കോലത്തിലുള്ളത്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് കാടിന്റെ ഉള്ളിൽ ആ ഒരു മരങ്ങൾക്കിടയിലേക്ക് ഇൻസ്പെക്ടറും നാട്ടുകാരൊക്കെ വന്നല്ലോ, അതായത് കുട്ടികളെ തേടിയിട്ട്. മാത്രമല്ല ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഈ കുട്ടികളൊക്കെ കാണാതായതിന്റെ പിന്നിൽ ജയദേവ് ആണെന്ന്. അവസാനം അവിടെ വെച്ച് ജയദേവിനെ ഇൻസ്പെക്ടർ പൊക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ പോലീസുകാരെയും ആ മര രാക്ഷസനുണ്ടല്ലോ അതിന്റെ വേരുകൾ വന്ന് തൂക്കിയെടുത്ത് എല്ലാവരെയും കൊന്നുകളയാണ്. അവസാനം ഈ ഇൻസ്പെക്ടർ നോക്കി നിൽക്കെ ജയദേവിന്റെ രൂപം തന്നെ പൂർണ്ണമായിട്ട് മാറുകയാണ്. അതായത് അവന്റെ ആ ഒരു ശരീരവും രക്തഭിക്ഷു എന്ന ആ രാക്ഷസന്റെ ശരീരവും രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒരു രൂപമായി മാറുകയാണ്. കൂടെ തന്നെ ഈ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയ എല്ലാ കുട്ടികളും അവിടെയുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ മുത്തശ്ശി നമ്മുടെ അംബികയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പൊ മോളെ രക്ഷപ്പെടുത്താൻ അപ്പം തന്നെ പോകുന്ന സമയത്ത് മുത്തശ്ശി പറയാണ്, മോളെ നീ ഒറ്റയ്ക്ക് പോലെ, നിന്നെ കൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ തട്ടിക്കൊണ്ടുപോയ ആ ഒരു പിള്ളേര് മുഴുവനും ഇപ്പൊ പിശാചുക്കളാണ്. അവരുടെ കയ്യിൽ നിന്നെ കിട്ടിയാൽ നിന്നെ അവർ കൊന്നുകളയും. അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവില്ലേ. ഇന്ന് രാത്രി തന്നെ നിന്റെ മകളുടെ ഉള്ളിലേക്ക് അവന്റെ ആ ഒരു വിത്ത് അവൻ നിക്ഷേപിക്കും. അതിനു മുന്നേ തന്നെ നമുക്കത് തടുക്കണം. പക്ഷേ അത് നമ്മളെ കൊണ്ടാവില്ല. മഹാകാളിയോട് പ്രാർത്ഥിക്കുക, അതല്ലാതെ നമുക്കൊരു വഴിയില്ല എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ നേരെ ആ ഒരു കൊട്ടാരത്തിലേക്ക് ചെന്ന് അവിടെ വെച്ച് മഹാകാളിക്ക് വേണ്ടി വലിയൊരു പൂജ തന്നെ ഇപ്പൊ അംബിക നടത്തുകയാണ്. അതിനൊടുവിൽ തളർന്നു വീഴുകയാണ്. ആ നേരത്ത് അവളുടെ അരികിലേക്ക് ദേവി വരുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അംബികയ്ക്ക് ബോധം വന്നു. അവളുടെ ഉള്ളിൽ ഒരു എന്താ പറയാ ഉൾവിളി എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു വിളി. അവിടെ ഒരു ആയുധം ഉണ്ട്. എല്ലാ കുട്ടികളെയും ബലി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വലിയ ആയുധം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് ആ രാക്ഷസന്റെ അരികിലേക്ക് നീ പോന്ന് പറഞ്ഞിട്ട് ആ ഉൾവിളി പോലെ തന്നെ അംബിക അത് ചെയ്യാണ്. ആ ആയുധം എടുത്തുകൊണ്ട് ആ രാക്ഷസനെ വെട്ടാനായിട്ട് തന്നെ കാട്ടിലേക്ക് പോകണം. ഇതേ നേരം തന്നെ അംബികയുടെ മകളായിട്ടുള്ള ശ്വേതയെ ആ മരത്തിന്റെ രാക്ഷസൻ, അതായത് രക്തഭിക്ഷു, അവന്റെ ആ ഒരു കൈ വേരുകൾ കൊണ്ട് തൂക്കിയെടുക്കുകയാണ്. അതുപോലെ ഈ രാക്ഷസനെ വെട്ടാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന അംബിക അവളുടെ മുന്നിലേക്ക് ഈ രക്തഭിക്ഷു ചെന്ന് നിൽക്കാതെ പകരം ആ പെൺകുട്ടികളെ ഇട്ട് കൊടുക്കുകയാണ്. അവരെ വെച്ച് അംബികയെ തടുക്കാൻ നോക്കുകയാണ്. എന്നാൽ കയ്യിലെ ആയുധം വെച്ച് ആ പെൺകുട്ടികളെ വെട്ടാനൊന്നും അംബികയ്ക്ക് മനസ്സ് വരുന്നില്ല. ഇപ്പൊ തന്നെ ദീപിക അവളെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വന്ന സമയത്ത് ആയുധം താഴെയിട്ട് അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അംബിക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ ഒരു ദൈവിക ശക്തി ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ദീപികയുടെ ഉള്ളിൽ കയറി ആ ഒരു പൈശാചിക ശക്തി അവൾ വിട്ടു പോകുന്നുണ്ട്. എന്നാൽ അതുപോലെ വേറെയും ഒരുപാട് പിള്ളേരില്ലേ, എല്ലാം കൂടി ഒരുമിച്ച് അംബികയെ ആക്രമിക്കുമ്പോൾ അവളുടെ മനഃശക്തിയും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും ദേഹത്ത് തൊട്ട് അവരുടെ ആ ഒരു പൈശാചിക ശക്തിയെ ഇല്ലാതാക്കുകയാണ്. എന്നാൽ ഇതിന് ശേഷമാണ് ശരിക്കുള്ള ആള് വരുന്നത്, മറ്റാരുമല്ല ജയദേവ് ഇപ്പൊ വേറൊരു മനുഷ്യനല്ല, ആ രക്തഭിക്ഷും കൂടെ മെറിജായിട്ടുള്ള കൂടിക്കലർന്ന ഒരു ചെകുത്താൻ തന്നെയാണ്. ആയുധം എടുത്ത് അവനെ നേരിടാനായിട്ട് ഇപ്പൊ അംബിക പോകുന്നുണ്ട്. പക്ഷേ അവളെ കൊണ്ട് അവനെ നേരിടാൻ കഴിയുന്നില്ല. അവന്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ശക്തി, ആ വേരുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അംബികയെ അവൻ തട്ടിത്തെറിപ്പിച്ച് വലിച്ചെറിയുന്നുണ്ട്. അതിനുശേഷം അവളുടെ വായ, മൂക്ക്, ഇതിലൂടെ എല്ലാം ആ ഒരു വേരുകൾ കയറ്റിക്കൊണ്ട് അവളെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അവസാനം അവളുടെ കഴുത്ത് പിടിച്ച് തിരിച്ചുകൊണ്ട് അവളെ നിലത്തിടുന്നുണ്ട്. അംബികയ്ക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ സമയത്ത് തന്നെ ജയദേവ് പറയുന്നുണ്ട്, എന്നെ ഇല്ലാതാക്കാനായിട്ട് ഈ ഭൂമിയിൽ ഇനി ഒരു ശക്തിയില്ല, ഒന്നും ഉണ്ടാവില്ല, എന്നെ തടുക്കാൻ പറ്റില്ല. മാത്രമല്ല തൊട്ടപ്പുറത്ത് തന്നെ അംബികയുടെ മകളായിട്ടുള്ള ശ്വേതയുണ്ട്. അവളുടെ ഉള്ളിലേക്ക് ആ ഒരു ചെകുത്താന്റെ ശക്തി ഇട്ടുകൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അംബികയെ വളരെ ക്രൂരമായിട്ട് ആ ഒരു ചെകുത്താൻ ഉപദ്രവിച്ചത് കൊണ്ട് തന്നെ
നിലത്ത് വീണ് അംബിക മരണപ്പെട്ടു പോവാണ്. പതിയെ പതിയെ അവളുടെ ശരീരത്തിലെ രക്തം താഴേക്ക് ആ മണ്ണിലേക്ക് ഒഴുകാൻ തുടങ്ങി. ആ രക്തം പിന്നീട് ചെന്ന് തട്ടിയത് ഒരുപാട് കുഞ്ഞുങ്ങളെ. ഈ രാക്ഷസൻ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഇവിടെ വെച്ച് കൊന്നിട്ടില്ലേ, ആ കുഞ്ഞുങ്ങളിൽ ഒരാളുടെ ദേഹത്താണ്. ആ രക്തമായതും ഈ ആത്മാക്കള് വേഗം ഉണരുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാക്കൾ എല്ലാവരും ഒരുമിച്ച് അംബികയുടെ ഉള്ളിലേക്ക് കയറി അവൾക്ക് രണ്ടാമതും ജീവൻ നൽകുകയാണ്. എന്നാൽ ഇത്തവണ എഴുന്നേൽക്കുമ്പോൾ അംബിക സാധാരണ ഒരു മനുഷ്യ സ്ത്രീയല്ല, ശരിക്കും ഒരു മഹാകാളി തന്നെയായിട്ട് എഴുന്നേൽക്കുകയാണ്. അവളുടെ ആ ഒരു രൂപം തന്നെ അങ്ങനെയാണ്. ഇത്രയും നേരം അംബികയെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച ആ ഒരു രക്തഭിക്ഷുവിനെ ഇത്തവണ നമ്മുടെ അംബിക എടുത്തിട്ടടിക്കുകയാണ്. അടിക്കുക എന്ന് പറഞ്ഞാൽ രക്തഭിക്ഷുവിനെ ഒന്നും ചെയ്യാൻ പോലും കഴിയുന്നില്ല. അവളുടെ കയ്യിൽ വലിയ ഒരു ആയുധം ഉണ്ടായിരുന്നു. ഇത് വെച്ച് പലതവണ അവനെ വെട്ടുന്നുണ്ട്. നിലവിളിച്ചുകൊണ്ട് അവൻ താഴേക്ക് വീഴുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, മനുഷ്യരൂപത്തിലേക്ക് വന്ന രക്തഭിക്ഷുവിന്റെ നെഞ്ച് കയറിക്കൊണ്ട് അവന്റെ ഹൃദയം തന്നെ പറിച്ചെടുക്കുകയാണ് അംബിക. ഒരു അമ്മയുടെ സ്നേഹത്തിനേക്കാൾ വലുതായി അത്രയും പവർഫുൾ ആയിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ആ ചെകുത്താന് അംബിക അവള് തോൽപ്പിക്കുകയാണ്. മാത്രമല്ല, ആ ഹൃദയം പറിച്ചെടുത്ത സമയത്ത് കാറ്റോട് കാറ്റായി അത് മുഴുവനായിട്ടും അലിഞ്ഞില്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ രക്തഭിക്ഷുവിന്റെ ആ ഒരു പൈശാചിക ശക്തി അതും ഇല്ലാതായി. അത് കാരണം ബാധിക്കപ്പെട്ട എല്ലാ പെൺകുട്ടികളും ഇപ്പൊ ഫ്രീ ആവുകയാണ്. എന്നാൽ തന്റെ മകൾ അവളിപ്പോഴും ബോധരഹിതയായി താഴെ കിടക്കുകയാണ്. അവൾ എടുത്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ അംബിക പോകുന്ന സമയത്ത് ആ ഒരു മുത്തശ്ശി വന്നിട്ട് പറയാണ്, പ്രശ്നം ഇവിടെയും കൊണ്ട് തീർന്നിട്ടില്ല. അതായത് ആ രക്തഭിക്ഷുവിനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ അവന്റെ വിത്തുകളെ നിന്റെ മകളുടെ വയറ്റിൽ ഇട്ടുകൊടുത്തു. മൂന്നാമതും ഇനി അവൻ വരാതിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടെ വെച്ചൊരു കാര്യം ചെയ്യണം അംബിക, നീ നിന്റെ മകളെ ഇവിടെ വെച്ച് കൊല്ലണമെന്ന്. ആദ്യമൊന്നും അംബിക ഒട്ടും സമ്മതിച്ചില്ല. പിന്നീട് അവള് തന്നെ ആലോചിച്ചു, എന്റെ മകൾ ഒരാൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കണോ? അവൻ രണ്ടാമതും ജനിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അംബിക ആ ഒരു ത്യാഗം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ വലിയ കത്തിയെടുക്കാണ് ബലിപീഠത്തിൽ ഇപ്പൊ ശ്വേതയെ കിടത്തി അവളെ വെട്ടിക്കീറാൻ നിൽക്കുന്ന സമയത്ത് അംബികയുടെ ആ ഒരു ത്യാഗം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുഞ്ഞുങ്ങളുടെ ആത്മാവുണ്ടല്ലോ, അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അംബിക സ്വന്തം മകളെ വെട്ടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയണം, മോളെ വെട്ടല്ലേ. എന്താ കാര്യം എന്ന് അംബിക ചോദിച്ചപ്പോൾ, മോളെ നിന്റെ മോളുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു പൈശാചിക ശക്തി അതിപ്പോ ഇല്ല. നേരത്തെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാവുണ്ടല്ലോ, ആ ആത്മാക്കളെല്ലാം ചേർന്ന് രക്തഭിക്ഷുവിന്റെ ആ ഒരു വിത്തിനെ നിന്റെ മകളുടെ ഉള്ളിൽ നിന്നും ഇല്ലാതാക്കിയിട്ടുണ്ട്. അതായത് ഒരിക്കലും രക്തഭിക്ഷു ഇനി ഈ ഭൂമിയിലേക്ക് വരില്ല. നിന്റെ മകളിപ്പോ സുരക്ഷിതയാണ്. ഇത് കേട്ട സമയത്ത് അംബികയുടെ ഉള്ളിൽ വലിയൊരു ആശ്വാസം തോന്നുകയാണ്. മകളെ തിരിച്ചു കിട്ടിയല്ലോ, കൊല്ലാൻ നിൽക്കുകയായിരുന്നു. മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അംബിക ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ അവിടെ തീരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.